അപ്പോൾ എല്ലാവർക്കും ഇതേ നമ്മുടെ മധുരച്ചീര ഇവിടെ നന്നായി തഴച്ച് വളർന്നു. ഇന്നത്തെ വിഭവം ഈ മധുരച്ചീര വേലിയോരങ്ങളിൽ കാണപ്പെടുന്ന ഈ ചീരയ്ക്ക് പല പല പേരുകളുണ്ട്. സിംഗപ്പൂർ ചീര, പിന്നെ വേലിച്ചീര, അങ്ങനെ കുറേ പേരുകളുണ്ട്. നമ്മളിതിന് മധുരച്ചീര എന്നാണ് പറയുന്നത്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ചെറു മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചീര ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഈ ഒരെണ്ണത്തിൽ പൂവൊക്കെ നന്നായി വന്ന് നിൽപ്പുണ്ട്. ഇതിൻ്റെ കായ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും തേങ്ങ ഉടയ്ക്കുന്നതൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഈ വീഡിയോയിൽ തേങ്ങ ഉടയ്ക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങയാണ് എടുത്ത് ചിരവി എടുക്കുന്നത്. ഇനി നമ്മൾ തേങ്ങ ചിരവിയത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ ജീരകം, നമ്മളിതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ തന്നെ മതിയാവും. ഇനി 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മുളക് പറിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ പോയിട്ട് ഒരു 3 മുളക് പറിച്ചിട്ട് വന്നു. ഇത് വെള്ള മുളകാണ്, മുല്ലപ്പൂവിൻ്റെ അത്രയേ ഉള്ളൂ. അത്യാവശ്യം കായ്ച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ദേ ഈ ബൗളിൽ ഒരു 3/4 കപ്പ് തുവരപ്പരിപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴുകി കുക്കറിലേക്ക് ഇടാം. ഇനി നമ്മളിതിലേക്ക് ദേ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3 ചെറിയുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. ഇനി നമ്മുടെ ചീര കഴുകി വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ, അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ ചീര കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ അധികം മൂക്കാത്ത മേലത്തെ തണ്ട് കൂടി എടുത്തിട്ടുണ്ട്, അതും നല്ലതാണ്. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പയറിടയ്ക്ക് കടിക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമായിരിക്കും. നമ്മൾ ഇത് വെച്ചിട്ട് എന്താ വെക്കുന്നത് എത്ര നേരമായിട്ടും പറഞ്ഞില്ല. ഇത് വെച്ച് ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പരിപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ഒഴിച്ചുകറി. അപ്പോൾ നമ്മുടെ ചീര മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വേകാൻ വെച്ചത് ഒരു 3 വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് പരിപ്പ് തുറന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാണ് നമ്മൾ അരപ്പ് അരച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം അതിൽ കുറച്ച് ചാറ് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് മിക്സിൻ്റെ ജാറൊന്ന് നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നമ്മൾ നേരത്തെ പരിപ്പിലൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കണ്ട. പച്ചവെള്ളം ഒഴിക്കാനും പാടില്ല, ചൂടുവെള്ളം വേണം ചേർക്കണമെങ്കിൽ. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കല്ലുപ്പാണ് ചേർത്തത്. അതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചീരയും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചീരയുടെ പച്ചമണമൊക്കെ നന്നായി മാറണം. അതവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് ഒന്ന് താളിച്ചെടുക്കാം. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ 3 ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയുള്ളി വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം.
5 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ എടുത്ത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.